പക്ഷേ ഡൽഹിയിൽ അടിയന്തര യോഗം ചേരുകയാണ്. എന്തും സംഭവിക്കാം, നിർണായകമാണ് കാര്യങ്ങൾ. അമിത്ഷായും മോദിയും കൂടി ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഒരു മാറ്റവുമില്ല എന്ന് വീണ്ടും ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കിക്കൊണ്ട് അവർ തന്നെ അക്കാര്യം വ്യക്തമാക്കുകയാണ്. ഒറ്റയ്ക്ക് നിന്ന് പോരാടാനും കാര്യങ്ങൾ നേടിയെടുക്കാനും ഞങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളത്. ഒരു ചീഫ് ജസ്റ്റിസിനെയൊക്കെ പുറത്താക്കുന്ന നിലപാട് അതിനെങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്? വളരെ മാസങ്ങൾക്ക് മുമ്പെടുത്ത തീരുമാനം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കേണ്ട സമയമായി. കാരണം പുതിയ ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കണം. നേരത്തെ തന്നെ ഈ തീരുമാനമെടുക്കുമ്പോൾ നല്ല എതിർപ്പ് അതിന് നേരെ ഉണ്ടായിരുന്നു. എതിർപ്പുകളെല്ലാം വെറും എയറിൽ പറന്നു കിടക്കുന്ന എതിർപ്പുകൾ മാത്രമാണ്, അതിനപ്പുറത്തൊന്നുമില്ല. കാരണം മോദിയും അതേപോലെ തന്നെ അമിത്ഷായും കൂടി അവർ രണ്ടുപേരും BJP അല്ലെങ്കിൽ RSS തീരുമാനിച്ചൊരു കാര്യം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി മാറണം എന്നത് അവരുടെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടന അത് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പ് ഇലക്ഷൻ കമ്മീഷനിൽ അംഗമായിരിക്കുന്നത് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതേപോലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, ഇവർ 3 പേരുമാണ് അതിൻ്റെ അകത്ത് പങ്കാളികളാവുകയും അങ്ങനെ 3 പേരും പങ്കാളികളാവുമെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ 2 വശങ്ങൾ, ഒന്ന് ഭരണപക്ഷം മറ്റൊന്ന് പ്രതിപക്ഷം. അതിനോടൊപ്പം ഇതിനെ ബാലൻസ് ചെയ്യുന്നൊരു ഫോഴ്സ് എന്ന നിലക്കാണ് ചീഫ് ജസ്റ്റിസ് ആകട്ടെ എന്ന് തീരുമാനിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉള്ള ആ ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റി ഏകപക്ഷീയമാക്കാൻ വേണ്ടിയിട്ടാണ് മാസങ്ങൾക്ക് മുമ്പ് BJP അങ്ങനെ തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കുകയും അതിന് പകരം പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രി ആ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് അന്ന് ചർച്ച ചെയ്തിരുന്നൊരു വിഷയം. അതിനെയാണ് അത് നടപ്പിലാക്കപ്പെടാൻ പോകുന്നു. അതാണ് ഈ നിമിഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകം മാത്രമായി മാറും, അതിൻ്റെ ഒരു പാവ മാത്രമായിട്ട് മാറും. എന്താണോ കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞില്ലെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് മനസ്സിൽ കയറി വായിച്ച് നടപ്പിലാക്കാനായിട്ട് ഉത്തരവാദിത്വം കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് മാനസപുത്രനായി മാറുന്നു എന്നാണ് അർത്ഥം. അവരെന്താഗ്രഹിക്കുന്നു ആ നടപ്പിലാക്കൽ മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടപടി ചട്ടങ്ങൾ തെറ്റിക്കുന്നതായിട്ടുള്ള നേതാക്കൾക്കെതിരെ നടപടികൾ വരുമ്പോൾ അത് വളരെ പാർഷ്യലായ നടപടികളായി മാറും. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാർ, അവരെ സഹായിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, അവർ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ, ചട്ടലംഘനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടില്ല. അതേ സമയത്ത് പ്രതിപക്ഷത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഉടനെ അവർക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഭരണകൂടത്തിൻ്റെ ഒരു 5ാം പത്തി പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ മാറും എന്നതാണ് ഇതിൻ്റെ അപകടം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എതിർത്തിരുന്നത്. ആ എതിർപ്പെന്ന് പറഞ്ഞാൽ വെറും വാക്പ്രയോഗങ്ങളാണ്, വാചകങ്ങൾക്ക് അപ്പുറത്തൊരു എതിർപ്പില്ല. ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ട് നേതാവങ്ങ് നടന്നു പോകും, അത് പത്രത്തിൽ വരും അല്ലെങ്കിൽ ടെലിവിഷനിൽ വരും, അതിനപ്പുറം ഒരു എതിർപ്പുമില്ല എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാകാൻ പോവാണ്. യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖം പുതിയ രൂപത്തിലായി മാറും. ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ മാഷ് പറഞ്ഞതുപോലെ അത് ജനാധിപത്യപരമായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം BJP എവിടെ ജയിച്ചാലും EVM മെഷീനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പലപ്പോഴും സജീവമാകാറുണ്ട്. ഇവിടെ അത് വീണ്ടും ഒന്നുകൂടി ഊന്നപ്പെടുകയല്ലേ ചെയ്യുന്നത്? കാരണം ജനാധിപത്യപരമായ രീതിയിലുള്ള നീക്കമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് അപ്പുറം അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രിയെ കൂട്ടിച്ചേർക്കുക എന്ന് പറയുമ്പോൾ എന്ത് ജനാധിപത്യപരമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രവർത്തിക്കേണ്ടത്? അപ്പോൾ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് കൂടി ഇത് കടക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇതിനെ രാജ്യത്ത് ഇത് ബാധിക്കാൻ പോകുന്നത്? അതായത് ജനാധിപത്യത്തിൻ്റെ ചിറകരിയുന്നു എന്ന് പറയുന്ന പ്രക്രിയ സാക്ഷാത്കരിക്കപ്പെടുന്നത് ഓരോരോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ചുറ്റുപാടുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ചെറുതായി മുറിച്ചാൽ ആ ചെറുതായി മുറിച്ച് അത് മാറ്റിക്കഴിയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ സ്വാഭാവികമായ നാച്ചുറലായിട്ടുള്ള പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തും. ഇപ്പോൾ ജനാധിപത്യം വളരെ കൃത്യമായിട്ട് പ്രാവർത്തികമാകണം എന്ന് കരുതിയാണ് ഭരണഘടനാ വിദഗ്ധർ അക്കാലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടന എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു. അത് സ്വീകാര്യവുമാണ്. കാരണം ചീഫ് ജസ്റ്റിസ് ഇതുവരെ
അങ്ങനെ നിഷ്പക്ഷനല്ലാത്തതായിട്ടുള്ള നിലപാട് എടുക്കാനായിട്ട് ധൈര്യം കാണിക്കുന്നതല്ല. നിഷ്പക്ഷമായ നിലപാടായിരിക്കണം. ഭരണഘടനയുടെ എല്ലാ സത്തയും ഉൾക്കൊള്ളുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളായിരിക്കണം ചീഫ് ജസ്റ്റിസ് എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇന്ത്യയിലെ ചീഫ് ജസ്റ്റിസുമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ടാകും. പക്ഷേ പൊതു നിലപാട് ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രതിനിധി, ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ഈ ജനാധിപത്യ സംവിധാനത്തെ കാവൽ നിൽക്കുന്ന ഒരു പ്രതിനിധിയായിട്ട് മാറിത്തീരും എന്നുള്ളതാണ്. പക്ഷേ അത് മാറ്റിക്കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കാരനും, അപ്പുറത്ത് പ്രതിപക്ഷം, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷേ ഈ രണ്ട് ഇഷ്ടക്കാരും കൂടി എന്ത് ചെയ്യും? അയാളുടെ നിങ്ങളൊക്കെ പറഞ്ഞോ, പക്ഷേ തീരുമാനം ഇതാണ്, നീ കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി എന്ന നിലയ്ക്ക് പോകുമ്പോൾ ആ സംവിധാനം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധ സംവിധാനമായി മാറും. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമായി നിർവഹിക്കുന്നതിൽ വലിയ പങ്കുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നമുക്കൊരു തിരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ നമ്മളുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിച്ചാൽ വലിയ അപാകങ്ങളുണ്ടായിരുന്നു. അതിലൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുരുകൻ്റെ ഭാര്യ ഓമനയുടെ പേരല്ല വോട്ടർ പട്ടികയിലുള്ളത്, പകരം മുരുകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വോട്ടർ പട്ടികയാണെന്നുണ്ടായിരുന്നു. മുരുകൻ്റെ ഭാര്യയ്ക്ക് എന്താണ് പ്രസക്തിയുള്ളവർ ഇന്ത്യയിൽ നിന്ന്? അത് ഒരാളുടെ ഇല്ല, ഒരുപാട് പേര്. എന്നിട്ട് അവസാനം അതൊക്കെ രണ്ടാമത് മാറ്റി പുതിയ വോട്ടർ പട്ടിക കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയൊക്കെ എന്തെല്ലാം സംവിധാനങ്ങൾ ചെയ്താണ് നമ്മുടെ ഈ ജനാധിപത്യത്തെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയെന്നറിയാം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മളാണെന്ന് വെച്ചാൽ അന്ന് 70% ആളുകൾ നിരക്ഷരരായിരുന്നു. അവർക്ക് വായിക്കാനെന്ന് പറയാൻ പാടില്ല. സ്ഥാനാർത്ഥിയുടെ പേര് എഴുതും, രാജഗോപാലാചാരി. അത് വായിക്കാൻ അറിയാൻ പാടില്ല, വെറുതെ നോക്കുക. അപ്പോഴാണ് രാജഗോപാലാചാരിയുടെ ചിഹ്നം വരുന്നത്. അങ്ങനെയാണ് ശരിക്കും നമുക്ക് തിരഞ്ഞെടുപ്പിൽ ചിഹ്നം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അതായത് നിരക്ഷരായിട്ടുള്ള വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുക. അപ്പോൾ അന്ന് അതാണ് തിരഞ്ഞെടുപ്പ് ചിഹ്നം. ഇപ്പോഴത് തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഇല്ലെങ്കിലും നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് കഴിയും. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ സഹകരണ മേഖലയിലൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ചിഹ്നങ്ങളില്ല, പകരം പേരുകൾ മാത്രമേ ഉള്ളൂ. ആളുകളെല്ലാം സാക്ഷരരാണ്. കേരളം എന്ന് പറയുന്നത് നേരത്തെ തന്നെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായിട്ട് മാറിയിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ചിഹ്നങ്ങളില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? വോട്ടിംഗ് സമ്പ്രദായം കുറ്റമറ്റതായിട്ടും ജനാധിപത്യ രീതിയിലും നിർവഹിക്കാനായിട്ട് കഴിയും. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാവർക്കും തുല്യമായിട്ട് വെക്കുകയും തിരഞ്ഞെടുപ്പിനെ റൂൾ ഓഫ് ലോക്ക് വിധേയമായി നിർത്തുകയും ചെയ്യണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. ആ നിഷ്പക്ഷമായി പ്രവർത്തിക്കാനായിട്ടുള്ള സംവിധാനത്തെ അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതാണ് ആ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള സംവിധാനത്തെ തിരഞ്ഞെടുക്കാൻ നമ്മൾ നിശ്ചയിക്കുന്ന സമിതിയുടെ ഘടന എന്ന് പറഞ്ഞാൽ അവിടെ നിഷ്പക്ഷയില്ല. അവിടെ നിഷ്പക്ഷയില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും നിഷ്പക്ഷ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് എൻ്റെ വെല്ലുവിളി. ഏക പാർട്ടി ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഭരണമല്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അതൊക്കെ ചെയ്യാം, അവർ ഏകാധിപത്യ ഭരണകൂടമാണ്. ഇവിടെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതൊക്കെ വളരെ സ്വേച്ഛാധിപത്യപരമായ രീതിയിലാണ്. നമ്മളങ്ങനെ കണക്കാക്കുന്നു, അവരും കണക്കാക്കുന്നു, എല്ലാവരും കണക്കാക്കും. നമ്മൾ പക്ഷേ അങ്ങനെയല്ല പറയാം. നമ്മൾ ജനാധിപത്യമാണ് നടപ്പാക്കുന്നത്. ഇത് ലോകത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മാതൃകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള സംവിധാനമാണ്. അതൊക്കെ നീതി നിർവഹണത്തിൻ്റെ തലത്തിൽ തന്നെ ഏറ്റവും വിവേചനപൂർവ്വം നിർവഹിക്കപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. ആ ഇന്ത്യക്കാരൻ്റെ അഭിമാനത്തിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഇവിടെ മുറിച്ച് മാറ്റുന്നത്.